ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നാണ് കുക്കുയുടെ ബർത്ത്ഡേ. അപ്പം ഞങ്ങൾ പോകുന്നത് ഹൂഫ്ദോർഫിലോട്ട്. അവർ താമസിക്കുന്നത് ലെയ്ഡനിലാണ്. പക്ഷേ ഇന്ന് വെക്കുമ്പോഴത്തേക്ക് ഇന്ന് രാത്രി 12 മണിക്കാണ് അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് മുമ്പ് ഞങ്ങളൊരു മൂവി പ്ലാൻ ചെയ്തായിരുന്നു. ഞാനും ജോസും ആംസ്റ്റർഡാമിൽ വന്നിട്ട് എനിക്ക് തോന്നി ഇത് ആദ്യത്തെ മലയാളം മൂവിയാണ് ഞങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നത്. അപ്പം റൈഫിൾ ക്ലബ്ബാണ് കണ്ടത്. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. കാണാത്ത ആൾക്കാർക്ക് ഇപ്പം നെറ്റ്ഫ്ലിക്സിലും കാണാം. അത് ഞങ്ങൾ കണ്ടു വന്ന് അടുത്ത ആഴ്ച തന്നെ നെറ്റ്ഫ്ലിക്സിൽ വന്നു. സോ അടിപൊളി മൂവിയാണ്, മിസ് ഔട്ട് ചെയ്യലെ. ഭയങ്കര എൻ്റർടൈനിങ് ആണ്, നല്ല അടിപൊളി കാസ്റ്റാണ്. പേഴ്സണലി എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും നെറ്റ്ഫ്ലിക്സിലിരുന്ന് കണ്ടു ഇവിടെ വന്നു കഴിഞ്ഞിട്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. എനിവേസ്, സോ ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം പോയി മൂവി കാണണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരുടെ വീട്ടിലായിരുന്നു അന്ന് സ്റ്റേ, കുക്കോടിയും പീജയുടെ വീട്ടിൽ. അപ്പം ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. ചെറിയ രീതിയിൽ ഞങ്ങൾ 4 പേര് മാത്രം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. എന്തിന് ഷെമ്മും സെറയും ഇവിടെ ഇല്ല, അവർ നാട്ടിലാണ്. അപ്പം ഞങ്ങൾ മാത്രം ആണ് കൂടുന്നത്. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. പീജയും കുക്കും ഇവരുടെ കൂട്ടത്തിലൊക്കെ ഇരിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയെടുക്കും. ഇവരെ പോയി കാണാനോ അല്ലെങ്കിൽ ഇവരെ ഞങ്ങളുടെ വീട്ടിലോട്ട് വിളിക്കാൻ വേണ്ടി. ഞങ്ങൾ കൂടുമ്പോഴത്തേക്കും നല്ല രസം. എനിക്ക് കുറേ ഇഷ്ടമാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴൊക്കെ ജോസിനെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും എനിക്ക് വിക്രമാദിത്യനും വേതാളത്തിൻ്റെ ഓർമ്മ വരും. എപ്പം നോക്കിയാലും ഈ ബാഗുമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ എപ്പോഴൊക്കെ ഏതൊക്കെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്തെല്ലാം ജോസ് ഈ ബാഗുമായിട്ടാണ് നടക്കുന്നത്. എൻ്റെ കോലം കണ്ടുപിടിക്കേണ്ട എന്തിന്. ഭയങ്കര കാറ്റാണ്, ഭയങ്കര തണുപ്പാണ്. ഈയിടെ ആയിട്ടാണെങ്കിൽ ഇപ്പം ഭയങ്കര ഫോഗുമാണ്. ഇങ്ങനെ ഫുൾ മൂടൽമഞ്ഞ് വന്ന് മൂടിക്കിടക്കും. അതിന് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്തിനും ഞാനൊരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും അവിടുത്തെ റെക്കോർഡിങ് ചെയ്തായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി ഞങ്ങൾക്ക് ഇവിടുന്ന് ഹൂഫ്ദോർഫ് വരെ വരുന്നെങ്കിൽ എങ്ങാണ്ട് 1 മണിക്കൂർ എങ്ങാണ്ടുണ്ട്. ട്രെയിനിൽ കൂടെ പോകണം, അത് കഴിഞ്ഞിട്ട് ബസ് പിടിച്ച് പോകണം. എന്നിട്ടാണ് നമ്മളവിടെ എത്തുന്നത്. ഞാൻ ഈ തിയേറ്ററിൽ ആദ്യമായിട്ടാണ് വന്നത്. ഇവിടുന്ന് സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ നാട്ടിൽ സിനിമ കണ്ട് ഇറങ്ങുന്ന ഒരു ഫീലായിരുന്നു. മൊത്തം മലയാളികളായിരുന്നു. എന്തിനാ ഇതിനു മുമ്പ് ഞങ്ങളെല്ലാം ഹോളിവുഡ് മൂവീസ് അല്ലേ കാണാൻ പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഡച്ചുകാരും അവിടുത്തെ ആൾക്കാരൊക്കെ അല്ലേ. അപ്പോൾ ഈ സിനിമയ്ക്ക് അതെല്ലാം മലയാളികളായിരുന്നു. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ ഇറങ്ങിയപ്പോഴത്തെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നാട്ടിൽ വന്ന സിനിമ കണ്ട ഒരു ഫീലായിരുന്നു. സിനിമ കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല തിയേറ്റർ, ചെറിയ കുട്ടി തിയേറ്ററായിരുന്നു, പക്ഷേ അടിപൊളിയായിരുന്നു. നല്ല മൂവിയായിരുന്നു. ഈ റീസെൻറ്റ് ടൈമിൽ ഇറങ്ങിയ മൂവീസിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഫൺ, ഭയങ്കര നല്ല സ്റ്റോറി ലൈൻ ഉള്ള ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, ഞാൻ ഇനിയും കൂടുതൽ ഞാനത് പുകഴ്ത്തി കുളമാക്കുന്നില്ല. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പോയി കാണണം ആ മൂവി. സോ ദിസ് വാസ് ദ തിയേറ്റർ. അങ്ങനെ മൂവിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് ലെയ്ഡനിൽ വന്നു. അന്നത്തെ ദിവസം പീജയുടെയും കുക്കുയുടെ വീട്ടിലല്ലേ നിന്നത്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം കുക്കു അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ചിക്കൻ കറി, പിന്നെ മീൻ പൊടി തോരൻ, പിന്നെ പീജയുടെ അമ്മ ഉണ്ടാക്കിയ അടിപൊളി മാങ്ങ അച്ചാർ. ഇപ്പം തന്നെ ആലോചിക്കുമ്പോഴത്തേൻ്റെ വായിന്ന് വെള്ളം വരുന്നു. മോര്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുമായിരുന്നു. അപ്പം കുക്ക് അതെല്ലാം ചൂടാക്കുന്ന സമയത്ത് ഇവിടെ ജ്യൂസ് എന്തൊക്കെയോ ഗെയിം കളിച്ചിട്ട് സമയം കളയുന്നു. ഞാൻ ചുമ്മാ റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും മടി പിടിച്ചിരിക്കുമായിരുന്നു. പ്ലസ് അതുമല്ലായിരുന്നു, ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ഫുഡൊക്കെ ചൂടാക്കിയിട്ട് കഴിക്കാം എന്ന രീതിയിൽ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴും കൂടുമ്പോഴത്തേക്കും ഞങ്ങൾ എന്തെങ്കിലും ഗെയിംസൊക്കെ കളിച്ചുകൊണ്ടിരിക്കും സമയം പോക്കിന്. അന്ന് ഞങ്ങൾ കുറേ ഗെയിമൊക്കെ കളിച്ചു. ഞാനും ജോസും പൂരടിയായിപ്പോയി ഗെയിം കളിച്ച്. ഇതാണത് ഈ മണി കേട്ടിട്ട് ശരിയാ. എന്നാണ് ഒന്നും കൂടെ എടുക്കാം. Birthday to you.
സെറ്റാ ഇതിനകത്ത്. ഹാപ്പി ബർത്ത്ഡേ. പൊളി സന്തോഷമായി. 29 വയസ്സായപ്പോ കുക്കുവിന് ഭയങ്കര സങ്കടമായിരുന്നു അവൾ 29 വയസ്സായെന്ന് ഓർത്തിട്ട്. അതുകൊണ്ട് അവൾ പറയുന്നത് ഈ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യില്ല, പ്ലീസ് പ്ലീസ് എനിക്ക് ചെയ്യണ്ടെന്ന് വെച്ചുകൊണ്ടുള്ള ഇതിലായിരുന്നു. ഞങ്ങൾ നിർബന്ധം പിടിച്ച് സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. ഇല്ല ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട്. അതെനിക്ക് വന്ന എല്ലാം 28 വയസ്സ് 29 വയസ്സുകാർക്ക് തോന്നുന്ന ഒരു ഇമോഷനാണ് 30-ലോട്ട് കയറാൻ പോകുമ്പോഴത്തേക്ക്. അയ്യോ ഇത്രയും പെട്ടെന്ന് പ്രായം കൂടിയല്ലോ എന്ന് വെച്ചാൽ എനിക്ക് വന്നാൽ അത് 30 കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഫീലിംഗ് എല്ലാം പോവും. യു വിൽ ബി ലൈക്ക് ബാക്ക് ടു നോർമൽ. അത് തന്നെ ഞാൻ കുക്കുവിനോടും പറഞ്ഞു. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 28 29 ജസ്റ്റ് നമ്പർ. നമ്മൾ നമ്മുടെ ലൈഫ് നമ്മളുടെ രീതിയിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ എയിം. നമ്മുടെ ഹെൽത്ത് നോക്കുക, നമ്മളുടെ കരിയർ നോക്കുക, നമ്മളുടെ ഫാമിലിനെ നോക്കുക. ഇതൊക്കെ ആയിരിക്കണം നമ്മളുടെ ഇൻറ്റൻഷൻ. ഡു നോട്ട് ഫോക്കസ് ഓൺ യുവർ ഏജ്. അത് വരും പോവും. ജസ്റ്റ് സെലിബ്രേറ്റ് യുവർ ലൈഫ്. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക് വി ഷുഡ് ഡു. അതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കും ആ ഒരു ഫീലിംഗ് വന്നായിരുന്നു വെൻ ഐ വാസ് 28 29. പക്ഷേ ഇപ്പം അതൊന്നുമില്ല. ഇപ്പം 32 വയസ്സാവാറായി. അങ്ങനെ. പിന്നെ ഞങ്ങൾ കുക്കുവിന് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റ് അത്രയും വലിയ ഗിഫ്റ്റൊന്നുമല്ല, എന്നാൽ കുട്ടി ഗിഫ്റ്റാണ്. എന്തിന് കുക്കുവിന് സെറാമിക്കിൻ്റെ എന്തെങ്കിലും സംഭവം വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തെങ്കിലും ലാസ്റ്റ് ടൈം ഇവരെനിക്ക് ക്രിസ്മസിന് ഒരു സെറാമിക് കപ്പാണ് ഗിഫ്റ്റ് ചെയ്തത്. അതെനിക്ക് കുറേ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം കുക്കു അന്ന് പറയുന്നുണ്ടായിരുന്നു, അയ്യോ എനിക്കിത് കുറേ ഇഷ്ടമാണെന്ന് വെച്ചോടൊക്കെ പറയുന്നത്. അപ്പം എൻ്റെ മനസ്സിലത് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അവൾക്ക് സെറാമിക്കിൻ്റെ തന്നെ ഇങ്ങനെ ടീ സെറ്റ് പോലെ വാങ്ങിച്ചു കൊടുത്തു. പ്ലസ് ഇച്ചിരി മേക്കപ്പും. അതവൾക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ എം ഗ്ലാഡ് ദാറ്റ് ഷീ ലൈക്ഡ് ഇറ്റ്. എനിവേസ് ദാറ്റ് വാസ് ഹർ ബർത്ത്ഡേ ഗിഫ്റ്റ്. അതിന് ശേഷം ഞങ്ങൾ എപ്പോഴുള്ള ഞങ്ങളുടെ റിച്വലാണ്, നമ്മളെപ്പം കൂടിയാലും രാത്രിക്ക് എല്ലാവരുടെ എനർജി എല്ലാം ഡ്രെയിൻ ഔട്ട് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂവി കാണും. അപ്പം ഞങ്ങൾ അന്ന് കണ്ട മൂവിയാണ് ED എക്സ്ട്രാ ഡീസൻറ്റ് എന്ന് വെച്ചുകൊണ്ട് സുരാജിൻ്റെ ഒരു മൂവിയാണ്. അത് നല്ലതായിരുന്നു. അപ്പൊ എന്താ പറയാ, നമ്മുടെ മോൻ എവിടെയും പിന്നിലായി പോകാൻ പാടില്ല. എന്നിട്ട് എന്തായി, ഇവിടെ പിന്നിൽ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ? സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മുടെ ഒരു ഷോർട്ട് ട്രിപ്പ് ടു ലേഡൻ. കുക്കുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിച്ചു. എനിവേസ് അവൾക്ക് താല്പര്യമില്ലായിരുന്നു സെലിബ്രേറ്റ് ചെയ്യാൻ. പക്ഷെ ഞങ്ങൾ നിർബന്ധം പിടിച്ച് ഞങ്ങളുടെ ചെറിയ രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുമിച്ച് കൂടുന്ന ആ ഒരു സമയം തന്നെ ഞങ്ങൾക്കൊരു സെലിബ്രേഷൻ പോലെ തന്നെയാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, ബർത്ത്ഡേസും അതും ഇതുമൊക്കെ. അങ്ങനെ അടിപൊളിയായിരുന്നു. വി എൻജോയ്ഡ് ഇറ്റ്. ഐ ഹോപ്പ് ഈവൻ യു ഗൈസ് എൻജോയ്ഡ് വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് ഓൾസോ വിഷിംഗ് കുക്കു a very happy birthday. May God bless you and always keep smiling and enjoy your life. That's it. Until next time. Bye.